ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേമ്പും തണ്ട് തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് താഴേക്കും നല്ലോണം ഇതാകൂട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൂള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ പൂളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. അങ്ങനെ പപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. മുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇനിയും ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി ഉടക്കണം. ഉടച്ചിട്ട് കാണിക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ഉണ്ടാക്കിയ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മളുടെ പൂളയും ചേമ്പും തണ്ടും പപ്പായയും ഒക്കെ വെച്ച് ഒരു അടിപൊളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്.